ഹായ് എവരി വൺ. നമ്മളെ ഹിസ്റ്ററിയിലെ ഓപ്ഷണൽ മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ 31A ആണ്, ദ മിഡിവൽ സ്റ്റേറ്റ്, മധ്യകാല രാഷ്ട്രം എന്നാണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഈ മധ്യകാല രാഷ്ട്രത്തിലെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ മുഗളന്മാരുടെ ഭരണകാലഘട്ടത്തെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റും അതേപോലെ മുഗൾ ഭരണകാലഘട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് 12, 13 ചാപ്റ്ററുകൾ പ്രത്യേകിച്ചും ഈ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ഡൽഹി സുൽത്താനേറ്റിന്റെയും മുഗൾ ഭരണത്തിന്റെ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോം ആണ് ഈ ചാപ്റ്റർ, മധ്യകാല രാഷ്ട്രം എന്ന ചാപ്റ്റർ. അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അതിന്റെ വലിയ തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ ഇല്ല. അപ്പൊ എന്താണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് നോക്കാം. അതായത് ഡൽഹി സുൽത്താനേറ്റ് നിലനിന്ന കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1206 മുതൽ 1526 വരെ. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ? 1206 മുതൽ 1526 വരെയാണ് ഡൽഹി സുൽത്താനേറ്റ് ഇന്ത്യ ഭരിച്ചത്. അതായത് ഗുപ്ത സാമ്രാജ്യത്തിന്റെ പതനത്തോട് കൂടിയിട്ട് 13ാം നൂറ്റാണ്ടിലെ വടക്കേ ഇന്ത്യയിലെ ഒരു പുതിയ ഭരണം ഉയർന്നു വരികയുണ്ടായി. അതായത് 1151 മുഹമ്മദ് ഗസ്നിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് ഗോരി നേടിയ വിജയങ്ങളിൽ നിന്നാണ് ഈ ഡൽഹി സുൽത്താനേറ്റ് ഇന്ത്യയിൽ ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഹമ്മദ് ഗസ്നിയെ കുറിച്ചൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ മുഹമ്മദ് ഗസ്നി ഏകദേശം 17 പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ച ഒരു ഭരണാധികാരിയാണ് അല്ലെ. അതായത് ഇന്ത്യയിലെ കൊള്ളയടിക്കാൻ വേണ്ടി വന്ന ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. അപ്പൊ ഈ മുഹമ്മദ് ഗസ്നിയെ ആര് പരാജയപ്പെടുത്തി? മുഹമ്മദ് ഗോരി പരാജയപ്പെടുത്തുകയും അങ്ങനെ ഡൽഹി സുൽത്താനേറ്റ് ആരംഭിക്കുകയും ചെയ്തു. 1175 മുഹമ്മദ് ഗോറിയുടെ സൈന്യം മുൾട്ടാൻ, അതേപോലെ തന്നെ സിന്ധ്, പെഷവാർ, ലാഹോർ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ കീഴടക്കിക്കൊണ്ട് ഇന്ത്യയിലെ പല പ്രദേശങ്ങളും അദ്ദേഹം കീഴടക്കി. എന്നാൽ അദ്ദേഹം നേരിട്ടൊരു ഭരണം ഇവിടെയൊന്നും കാഴ്ചവെച്ചില്ല. അദ്ദേഹത്തിന്റെ വിശ്വസ്തന്മാരെ എന്ത് ചെയ്യാണ്? ഭരണം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. 1190 അദ്ദേഹത്തിന്റെ സൈന്യം രജപുത്ര രാജാവായ പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് ഏറ്റുമുട്ടുകയുണ്ടായി. അപ്പൊ ഗോറിയുടെ സൈന്യം രജപുത്ര രാജാവായ പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് ഏറ്റുമുട്ടി. അങ്ങനെ ആദ്യത്തെ 2 യുദ്ധങ്ങളിലും ചൗഹാൻ ആരെ പരാജയപ്പെടുത്തി? മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. എന്നാൽ 1192 തറൈൻ യുദ്ധത്തില് ഈ ഗോറി ആരെ പരാജയപ്പെടുത്തി? ചൗഹാനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ 1192 ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. 1206 മുഹമ്മദ് ഗോറി അന്തരിച്ചു. അന്തരിച്ചതിനെ തുടർന്ന് അന്നത്തെ ഡൽഹി ഗവർണർ ആയിരുന്ന അതേപോലെ തന്നെ മുഹമ്മദ് ഗോറിയുടെ വിശ്വസ്തനും സേവകനുമായിരുന്ന കുത്തബ്ദീൻ ഐബക്ക് എന്ത് ചെയ്യാണ്? ഈ ഡൽഹിയിലെ ഒരു സ്വതന്ത്ര രാജ്യം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഭരണം കാഴ്ചവെക്കണം. അപ്പോൾ കുത്തബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് ഗോറിയുടെ വിശ്വസ്തനായ ഒരു അടിമയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഡൽഹി ഗവർണർ ആയിട്ടാണ് ഇവിടെ നിയമിതനായിരുന്നത്. അങ്ങനെ ഈ ഗോറിയുടെ മരണത്തിന് ശേഷം കുത്തബ്ദീൻ ഐബക്ക് ഡൽഹിയിലെ ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഡൽഹി ഗവർണർ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ ഡൽഹിയിലെ സുൽത്താനായിട്ട് മാറുകയാണ് ചെയ്തത്. ഇൽബാരി തുർക്കികളുടെ രാജവംശം ഡൽഹി സുൽത്താനേറ്റ് പരമ്പരയിലെ തന്നെ ആദ്യത്തേതായിരുന്നു. അപ്പൊ ഡൽഹി സുൽത്താനിൽ ആദ്യമായിട്ടൊരു രാജഭരണം കാഴ്ചവെക്കുന്നത് ആരാന്ന് പറയാം? ഈ പ്രത്യേകിച്ചും ഇൽബാരി തുർക്കികളുടെ വംശത്തിൽപ്പെട്ട ആദ്യത്തെ പരമ്പരയായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ കുത്തബ്ദീൻ ഐബക്ക് സ്ഥാപിച്ച ഡൽഹി സുൽത്താനേറ്റ്. അതേപോലെ തന്നെ ഐബക്കിന് ശേഷം ഡൽഹി സുൽത്താനായത് ഇൽത്തുമിഷാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ഭരണത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇൽത്തുമിഷ് ആയിരുന്നു. അപ്പൊ അടിമ വംശത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ഇൽത്തുമിഷാണ് അല്ലെ. ഇപ്പൊ ഈ ഡൽഹി സുൽത്താനേറ്റിൽ തന്നെ നമ്മൾ 5 രാജവംശങ്ങൾ ഉണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അടിമ വംശം, പിന്നെ അതേപോലെ തന്നെ ഗിൽജി വംശം, തുഗ്ലക് വംശം ഒക്കെ, പിന്നെ സൈദ്, ലോധി വംശം. അപ്പൊ ഈ വംശങ്ങളെ കുറിച്ചൊക്കെ 5 സുൽത്താനയിലെ 5 വംശങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അടിമ വംശത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ശേഷം ഇൽത്തുമിഷാണ് അടിമവംശ സ്ഥാപകൻ അല്ലെങ്കിൽ അടിമവംശത്തിന്റെ 2ാമത്തെ രാജാവായിട്ട് മാറിയത്. ഈ അടിമവംശത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ആര്? ഇൽത്തുമിഷ്. ഇനി അതിന് ശേഷം അതായത് ഇൽത്തുമിഷ് ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ ഡൽഹിയിൽ നടപ്പിലാക്കുകയുണ്ടായി. പ്രത്യേകിച്ചും അദ്ദേഹം കേന്ദ്ര സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. അതേപോലെ തന്നെ ഒരു നാണയ സമ്പ്രദായം ഡൽഹി സുൽത്താനേറ്റിൽ നടപ്പിലാക്കി. പ്രത്യേകിച്ചും ചെമ്പിലും വെള്ളിയിലും തീർത്ത നാണയങ്ങൾ അദ്ദേഹം പുറത്തിറക്കി. വെള്ളിയിലുള്ള നാണയങ്ങളാണ് തങ്ക എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ചെമ്പിലുള്ള നാണയങ്ങളാണ് ജിദാൽ എന്ന് അറിയപ്പെടുന്നത്.